I can't see through the windows. I can't hear through the walls. But I can't live in the middle, afraid of it all. I just need to feel the sun against my skin, 'cause I'm done with the cold. Go where nothing keeps the air from rushing in, so my heart can breathe again. Lovers in the long grass look above them, only they can see where the clouds are going, only to discover dust and sunlight never make the sky so blue. Afternoon is lazy, river flowing, all around the sounds moving closer to them, telling them the story told by Flora, dreams they never knew.
നിന്റെ സമാധാനം ഇപ്പോൾ പരസ്പരം സമീപിച്ചിരിക്കുന്ന ഈ ഞങ്ങളുടെ സഹോദരങ്ങളെ സംയോജിപ്പിക്കുകയും തന്മൂലം ആയുഷ്കാലം മുഴുവൻ പരസ്പരം സ്നേഹിക്കുകയും സന്തോഷപൂർവ്വം അന്യോന്യം സ്വീകരിക്കുകയും ചെയ്തുകൊണ്ടുമുള്ള ഐക്യമത്തിൽ ഇവരിൽ ഉണ്ടാവുകയും ചെയ്യണമേ. ആർക്കുമോ
സമേതരായിരിക്കുന്നു ഈ ജനകൂട്ടത്തെ പാപങ്ങളിൽ നിന്നും അകറ്റുന്നതിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും പ്രമാദങ്ങളിൽ നിന്നും സ്നേഹത്തോടെ സ്വതന്ത്രരാക്കി കൊള്ളണമേ. ഇവർ നിന്നാലും ഗ്രഹിക്കപ്പെടുകയും നിന്റെ വാഴ്ത്തുകയും തിരുമുമ്പാകെ തൃപ്തിവരാത്ത വിധം ഇടവിടാതെ എന്റെ നാഥാവിനെ നിന്റെ പിതാവിനെ നിന്റെ പരിശുദ്ധമായി സ്തുതിക്കുകയും ചെയ്യുവാനാകണമേ. ജീവനുള്ള പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ ഈ മോതിരങ്ങൾ ആശീർവദിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ നിന്റെ വിവാഹ നിശ്ചയത്തിനുള്ള ഈ മോതിരത്തോടുകൂടെ അവിടുത്തെ കൃപയും അദൃശ്യമായി നിങ്ങളിലേക്ക് നീക്കപ്പെടുകയും വിശുദ്ധ സ്ത്രീയന്മാരിൽ നിന്ന് പോലെ ആചാര്യന്മാരുടെ വിവാഹ നിശ്ചയത്തിനുള്ള ഈ മോതിരം നീ പ്രാപിക്കുകയും ചെയ്യുമാറാകട്ടെ. ആത്മശരീരങ്ങളുടെ സ്വസ്ഥതയോടും ഹൃദയ സന്തോഷത്തോടും കൂടെ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായും നീ സ്തുതികളേറ്റുകയും ചെയ്യുമാറാകട്ടെ. പരസ്പരം വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന നമ്മുടെ മക്കളെ സത്യത്തിലും നീതിയിലും സമ്പൂർണ്ണരാക്കുകയും ധരിച്ചിരിക്കുന്ന അവതരങ്ങളോടുകൂടെ സഭ്യമായ അനുഗ്രഹങ്ങൾ Thank you.
സാക്ഷ്യത്തിനായി ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികൾ, നിങ്ങളുടെ ബുദ്ധിമുട്ടിന് 30, 60, 100 ഇരട്ടിയായി അവിടുന്ന് പ്രതിഫലം നൽകുമാറാകട്ടെ. എപ്പോഴും നിങ്ങൾക്ക് നന്മകൾ നൽകുമാറാകട്ടെ. നമ്മുടെ കർത്താവിൻ്റെ വിജയശ്രീത രാവും പകലും നിങ്ങളോട് കൂടെ സ്ഥിതി ചെയ്ത് ദുഷ്ടനിൽ നിന്നും അവരുടെ സൈന്യങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. ഹോസോ അത് യേശുക്രിസ്തുവും സഭയും തമ്മിലുള്ളതായ ബന്ധമാണ്. യേശുക്രിസ്തു എങ്ങനെയാണ് സഭയെ സ്നേഹിച്ചത്? തൻ്റെ ജീവനെ കൊടുത്ത് സഭയെ വീണ്ടെടുത്തു. അപ്രകാരമുള്ള സ്നേഹത്തിൻ്റെ അനുഭവം ദമ്പതികളുടെ ഇടയിൽ ഉണ്ടാകണം എന്നുള്ളതാണ് സഭ ഇതുകൊണ്ട് വിഭാവന ചെയ്യുന്നത്. ഈ ആധുനിക സമൂഹത്തിൽ വേദപുസ്തകത്തിനും സഭയുടെ വിശ്വാസങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ആശയങ്ങൾ ഈ സമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. ഈ സമൂഹത്തിലുള്ളതായ സന്ദേശങ്ങൾ, ആത്മീയമായിട്ടുള്ള ചിന്തകൾക്ക് വിരുദ്ധമായിട്ടുള്ള അനേകം സന്ദേശങ്ങളും ആശയങ്ങളും ഈ സമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. പ്രിയമുള്ളവരെ, അതിലേക്ക് നോക്കാതെ വിശുദ്ധ വേദപുസ്തകത്തിലേക്കും സഭയുടെ വിശ്വാസങ്ങളിൽ ആഴമായിട്ടുള്ള ബോധ്യത്തോടു കൂടി ഈ ദമ്പതികൾക്ക് കുടുംബജീവിതം പടുത്തുയർത്തുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. എല്ലാ മനുഷ്യർക്കും അവരുടേതായ കഴിവുകളും ബലഹീനതകളും എല്ലാം പരസ്പരം ബന്ധിതരായിരിക്കുന്ന ഈ ദാസരെ നിന്റെ നൽവരങ്ങളുടെ ഐശ്വര്യത്താൽ ശ്രേഷ്ഠരാക്കുകയും നിന്റെ ദാനങ്ങളാൽ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്റെ ദിവ്യ കൽപ്പനകളിൽ നിന്നുള്ള ആനന്ദം നിറയ്ക്കണമേ. പിതാവ് പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവയെ സന്തോഷോല്ലാസങ്ങളോടുകൂടെ ഇവർ നിനക്ക് സ്തുതി പാടുകയും തിരുസന്നിധിയിൽ ആഹ്ലാദിക്കുകയും ചെയ്യുമാറാകണമേ. സ്നേഹപൂർവ്വം തന്നോട് സമീപിക്കുകയും ചെയ്ത മഹാനും ഏതൊരു തത്വജ്ഞാനിയും താക്കീതും തന്റെ തത്വത്തെ ആരാധിക്കുവാനല്ലാതെ പരിശോധിക്കുവാനോ ആരാധനയോ കഴിവില്ലാതിരിക്കുന്നവനോ അധികാരികളുടെ കിരീടം നിർമ്മിക്കുന്നവനോ തന്നാൽ അഴിക്കപ്പെടുന്നതെല്ലാം അഴിയപ്പെട്ടും ബന്ധിക്കപ്പെടുന്ന സകല ബന്ധിതമായിരിക്കുന്നവനും തന്റെ ബന്ധത്തിന്റെ മഹിമയ്ക്കായി മണവാട്ടികൾക്ക് സന്തോഷ കിരീടങ്ങളെ പ്രദാനം ചെയ്യുന്നവനുമായ കർത്താവിന് സ്തുതി. കാരുണ്യവാനായ ദൈവതമ്പുരാനേ, അവിടുത്തെ മക്കളുടെ കിരീടങ്ങൾ ആശീർവദിക്കപ്പെടുന്ന ഈ സമയത്തും സകല നാടുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുസ്സും ദിവസങ്ങളൊക്കെ സ്തുതിയും ബഹുമാനവും ആരാധനയും അങ്ങേക്ക് യോഗ്യമാകുന്നു. ബഹുൽഹുരിയാമോസോ ഹായാലി. സർവ്വസ്വർഗീയ സേവനം ഭയന്നുകൊണ്ട് ബോധപ്പെടുത്തുകയും ഞങ്ങൾക്ക് ആവശ്യമുള്ളവരോട് യാചിച്ചുകൊള്ളുവാൻ നീ ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. കൃപാദാനങ്ങൾ നീ എടുത്തുകൊള്ളുവാനാകുന്നു. ശിക്ഷാപരമാരോടുള്ള പ്രതികാരത്തിൽ നീ ഉദാസീനതയും ദീർഘക്ഷമയും കാണിക്കുന്നു. കർത്താവേ, എല്ലാ ദേശങ്ങളിലും സഞ്ചരിക്കുകയും നിന്റെ ശ്രേഷ്ഠാധികാരത്തിന് വിധേയരായി വസിക്കുന്നവരുമായ നിന്റെ ദാസരെ പ്രത്യേകിച്ച് ഇവിടെ സന്നിഹിതരായി നിന്റെ കരുണയുടെ വേളയിലും ദൈവത്തിന്റെ തണലിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന ഈ മക്കളെ ഇപ്പോൾ നീ അനുഗ്രഹിക്കണമേ. സകല പ്രവൃത്തികളിലും ഉത്തമനായി പാടുന്നു. ഇവർക്ക് സ്വസ്ഥതയും രക്ഷയും നൽകി ഇവരെ സന്തോഷിപ്പിക്കണമേ.
സ്വർഗ്ഗരാജ്യത്തിലേക്ക് നയിക്കുന്ന നാളുകളിൽ കൂടി പ്രയാണം ചെയ്യുവാൻ ഈ മക്കൾക്ക് കൃപ നൽകണമേ. ആത്മീയ നന്മകളിൽ തൽപരരും ആത്മശരീരങ്ങൾക്ക് പ്രയോജനകരമായ ദൈവിക വ്യാപാരങ്ങളിൽ ഏർപ്പെട്ട ലാഭമുണ്ടാക്കുന്നവരുമായി തീരുവാൻ ഈ മക്കൾക്ക് സന്ധിയാക്കണമേ. കർത്താവേ, അവിടുത്തെ ജീവനെ കാക്ഷിക്കുന്നവരും പാപമരണമുള്ളവരിൽ നിന്ന് സ്ഥിരമായി വർദ്ധിക്കുമാറാകണമേ. നിന്റെ പരിശുദ്ധതയുടെ ഭാഗത്തേക്ക് എടുത്തു വരുവാനും ശമിക്കപ്പെട്ടവനായ സാത്താന്റെ നാശത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാനും ഈ മക്കളുടെ ഹൃദയങ്ങളെ എന്റെ നാഥ ഇപ്പോൾ നീ സംയോജിപ്പിച്ചു കൊള്ളണമേ. ദൈവമായ കർത്താവേ, വിശ്വാസികളായവരുടെ മരിച്ചവരെ ആശ്വസിപ്പിക്കുകയും സ്വർഗ്ഗരാജ്യത്തിൽ അവരെ ആനന്ദിപ്പിക്കുകയും ചെയ്യണമേ. നീ ഉത്തമനും മനുഷ്യപ്രീതിയുള്ളവനുമാകുന്നു. നിനക്ക് നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധനായ സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരയറ്റുന്നു. അതിപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ഇപ്പോൾ നിന്റെ വിശുദ്ധ വിലപിടുത്തലിനും പാതകം കുനിച്ചു നിൽക്കുന്ന ഈ നിന്റെ ദാസരെ ഈ സുഗന്ധവും അംഗീകരിച്ചുകൊണ്ട് അനുഗ്രഹിക്കണമേ. കരുണയും ദൈവം നൽകുന്ന നിന്റെ വലതുകൈ ഇവരുടെ മേൽ ആസ്വദിക്കുമാറാകണമേ. ഹോശോ വകുലിസ് ബാലൽമേ. അങ്ങനെ തന്നെ പുരുഷന്മാർ സ്വന്തം ശരീരങ്ങൾ എന്നപോലെ ഭാര്യമാരെ സ്നേഹിക്കേണ്ടതാകുന്നു. എന്നാൽ തന്റെ ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാകുന്നു സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ ദേഷിക്കുന്നില്ല. പിന്നെയും മിശിഹാസഭയ്ക്ക് വേണ്ടി എന്നതുപോലെ അതിനെ പോഷിപ്പിക്കുകയും അതിനു വേണ്ടി ഉത്സാഹിക്കുകയും ചെയ്യുന്നു. നാം അവിടുത്തെ ശരീരത്തിന്റെ അവയവങ്ങളും മാംസബന്ധികളും അസ്ഥി സംബന്ധികളുമാകുന്നു. ആയതുകൊണ്ട് പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ടുപിരിഞ്ഞ് തന്റെ ഭാര്യയോട് ചേർന്നിരിക്കും. അവരിരുവരും ഏകശരീരമായി തീരുകയും ചെയ്യും. ഇതൊരു വലിയ രഹസ്യമാണ്. ഞാൻ മെസ്സിയായെ കുറിച്ചും അവിടുത്തെ സഭയെ കുറിച്ചുമാകുന്നു പറയുന്നത്. അപ്രകാരം തന്നെ നിങ്ങൾ ഓരോരുത്തരും തന്നെ എന്ന പോലെ തന്റെ ഭാര്യയെ സ്നേഹിക്കണം. സുവിശേഷത്തിൽ നിന്നും ജീവനുള്ള ജനമാം ദൈവവും നമ്മുടെ കർത്താവും നമ്മുടെ രക്ഷിതാവുമായ യേശുമിശിഹായുടെ ആ മനുഷ്യാവതാരകാലത്ത് ഇപ്രകാരം കൽപ്പിച്ച് അരുളി ചെയ്തു. യേശുദമ്പുരാൻ ഗലീലായിൽ നിന്ന് യാത്ര പുറപ്പെട്ട് യോർദാന്റെ മറുകരയിൽ യഹൂദയായുടെ അതിർത്തിയിലെത്തി. ജനസമൂഹങ്ങൾ അദ്ദേഹത്തെ അനുഗമിക്കുകയും അവിടെ
അവിടെ വെച്ച് അവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. അനന്തരം പരീക്ഷാർത്ഥം പ്രീശന്മാർ അടുത്ത് ചെന്നു ഏതൊരു കാരണത്താലെങ്കിലും ഒരുത്തിന് തന്റെ ഭാര്യയെ പിരിച്ചുവിടുവാൻ ന്യായമുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട് ഉത്തരം പറഞ്ഞു, ആദ്യം സൃഷ്ടികർത്താവ് ആണും പെണ്ണുമായി മനുഷ്യരെ സൃഷ്ടിച്ചു എന്നും ആയതുകൊണ്ട് പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെ വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യുമെന്ന് അവിടുന്ന് കൽപ്പിച്ചു എന്നും നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടെല്ലാം ഒരു ശരീരമാകുന്നു. അതുകൊണ്ട് ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. അവർ അദ്ദേഹത്തോട് അങ്ങനെ മോചനപത്രം കൊടുത്തവളെ പിരിച്ചുവിടുവാൻ മോശ കൽപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു. യേശു തമ്പുരാൻ അവരോട് ഇപ്രകാരം പറഞ്ഞു, മോശ നിങ്ങളുടെ ഹൃദയ കാഠിന്യ നിമിത്തം ഭാര്യമാരെ പിരിച്ചുവിടുവാൻ നിങ്ങളെ അനുവദിച്ചു. എന്നാൽ ആദ്യം അങ്ങനെയായിരുന്നില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, വ്യഭിചാര കുറ്റമുണ്ടല്ലാതെ സ്വഭാര്യ ഉപേക്ഷിച്ച് മറ്റൊരുതിയെ പരിഗ്രഹിക്കുകയും ചെയ്യുന്നത് വ്യഭിചാരമാണ്. ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുകയും ചെയ്യുന്നതും വ്യഭിചാരം തന്നെ. ശിഷ്യന്മാർ അദ്ദേഹത്തോട് ഭാര്യ ഭർത്താക്കന്മാരുടെ പരസ്പരസ്ഥിതി ഈ വിധം കുറ്റകരമെങ്കിൽ എന്തുകൊണ്ട് തങ്ങളുടെ മാതാവിന്റെ ഉദരത്തിൽ നിന്ന് തന്നെ ക്ഷുണ്ണന്മാരായി ജനിച്ചിട്ടുള്ള ക്ഷുണ്ണന്മാരുണ്ട്, മനുഷ്യരാൽ ക്ഷുണ്ണന്മാരാകപ്പെട്ടിട്ടുള്ള ക്ഷുണ്ണന്മാരുണ്ട്. സ്വർഗരാജ്യ നിമിത്തം തങ്ങളെ തന്നെ ക്ഷുണ്ണന്മാരാക്കി തീർത്തിട്ടുള്ള ക്ഷുണ്ണന്മാരുണ്ട്. ശക്തനാകുവാൻ കഴിയുന്ന ശക്തനാകട്ടെ നമ്മുടെ കർത്താവ് താൻ കൽപ്പിച്ചരുളി ചെയ്തു. ബാറക്കുമോ ഉശൈനാ ശ്ലോമോ ലഖുൽ ഖൂർ കീലനാ സലിയാ ക്ലീനെ ഭരെ ദിശേ ദലൈ ഹോ മസസ്നി ബാറക്കുമോ ബസ്മുദാ
ആയുഷ്കാലങ്ങളിലും സന്തോഷിക്കുവാൻ നിനക്കിടയാകുകയും ചെയ്യുമാറാകട്ടെ. See
നാം എല്ലാവരും ദൈവഭവനത്തിൽ സന്നിഹിതരായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ വിശ്വാസികളെ പ്രബോധിപ്പിക്കുകയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഈ മക്കൾ സത്യത്തിലും നീതിയിലും സൽപ്രവൃത്തികളിലും തൽപരരും നല്ല കാര്യങ്ങളിൽ ഉത്സാഹിയുമായിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുക എന്ന ഒരു പാരമ്പര്യം നമുക്കുണ്ട്. ഇത് വിശുദ്ധ ബാവന്മാരിൽ നിന്ന് നാം പ്രാപിച്ചിട്ടുള്ളതും ബഹുമാനിയായ പൂർവീകന്മാർ നമ്മെ പരിപാലിപ്പിച്ചിട്ടുള്ളതുമാണ്. മക്കളെ, ഇപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിലും ഞാൻ നിങ്ങളെ പരസ്പരം പരിപാലിപ്പിക്കും. എനിക്കും നിങ്ങൾക്കിടയിൽ ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകല കാര്യങ്ങളിലും ഞാൻ നിരപരാധിയായിരിക്കും. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും കരുണയും വന്ന് സമൃദ്ധിയായി ആവസിക്കുമ്പോഴാകട്ടെ. അനുഗ്രഹീതയായ മാതാവും ദൈവജനനീയമായ കന്യയും അർത്ഥമറിയാം അമ്മയുടെയും നിങ്ങളിൽ ഓരോരുത്തരും അവനവൻ്റെ ഭാര്യയോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് നല്ലവണ്ണം ശ്രദ്ധിക്കും. ഇവൾ സ്വന്തം ആളുകളെ വിളിഞ്ഞ് ഇവളുടെ ഭർത്താവിനോട് സംയോജിക്കപ്പെട്ടിരിക്കുന്നു. ആകയാൽ ഇവളെ പ്രീതിപ്പെടുത്തുകയും ഇവളോട് ദയവുള്ളവനായിരിക്കുകയും ചെയ്യും. ഇവൾ നഗ്നനായിരുന്നാലും ഇവൾക്ക് ധരിപ്പാൻ നൽകണം. ഇവൾ ദാഹിച്ചിരുന്നാലും ഇവൾക്ക് കുടിക്കുവാൻ നൽകണം. ഇവൾ ന്യായമായ പ്രകാരം ഇവരുടെ പരിചരണം അർഹിക്കുവാൻ കടപ്പെട്ടവളാണ്. എല്ലാ കാര്യങ്ങളിലും സ്നേഹത്തോടും പ്രേമത്തോടും കൂടി ഇവൾ ഇവൻ്റെ അടുക്കൽ വർദ്ധിക്കും. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ.
जग की कोई रीत न जाने, मैं तो बस तेरी हुई दीवानी। मिला जो संग तेरा, उड़ा पतंग मेरा, हवा में होके मलंग। मैं छुड़ाई घर बार मेरा, ओ मखना वे मखना, अब तू ही है संसार मेरा, ओ मखना वे मखना। ये पागल सा है प्यार मेरा, ओ मखना वे मखना। मैं छुड़ाई घर बार मेरा, ओ मखना। Stay with me, baby, stay with me tonight. Don't leave me alone. Walk with me, come and walk with me to the edge of all we've ever known. I can see you there with the city lights, 14th floor, pale blue eyes. I can breathe you in. Two shadows standing by the bedroom door. No, I could not want you more than I did right then, as our heads leaned in. Well, I'm not sure what this is gonna be, but with my eyes closed, all I see is the skyline through the window, the moon above you and the streets below. Hold my breath as you're moving in, taste your lips and feel your skin. When the time comes, baby, don't run, just kiss me slowly. അവർ പറയണത് വളരെയധികം പ്ലാനിങ് ചെയ്ത് എൻ്റെ ദിവസം പ്ലാനിങ് ആണ് പറയുന്നത്. അങ്ങനെ വളരെയധികം പ്ലാനിങ് ചെയ്ത് ആഹാരം ഞങ്ങൾ ഒന്നിച്ചു. വളരെ സന്തോഷമുണ്ട്. എല്ലാവരും ക്ഷണിച്ച് സ്വീകരിച്ച് എല്ലാവരും എത്തിച്ചേർന്നതിനും കൂട്ടുകാർ, ബന്ധുക്കാർ, നാട്ടുകാർ, സമ്മർ റിലേറ്റീവ്സ് എല്ലാവരും എത്തിച്ചേർന്നതിൽ വളരെ സന്തോഷം. അപ്പോൾ പ്രിയയുടെ ഫാമിലി നോക്കുകയാണെങ്കിൽ അവർക്ക് ഇച്ചിരി ദൂരം കൂടുതലാണ്, എങ്കിൽ പോലും അവർ എല്ലാവരും തന്നെ എത്തിയിട്ടുണ്ട്. അതിൽ വളരെ താങ്ക്ഫുള്ളാണ് ഈ സിറ്റുവേഷനിൽ. പോരാത്തതിന് ഏറ്റവും വലിയൊരു ഹാപ്പി മൊമെൻ്റ് എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് എൻ്റെ ഒരു സാറുകൾ എത്തിയിട്ടുണ്ട്. സാറ് ജസ്റ്റ് അവിടെ കണ്ടു, വളരെ താങ്ക്ഫുൾ. ഗൾഫാറിൻ്റെ പ്രതികരിച്ച് ഫിറോസ് സാറുകൾ എത്തിയിട്ടുണ്ട്. അതിന് സാറിന് വലിയൊരു താങ്ക്ഫുൾ. പിന്നെ ഇതൊക്കെ വളരെ സന്തോഷം. ഇനി അങ്ങോട്ട് വളരെ ഹാപ്പിയായി അടിച്ചു പൊളിച്ച് പോവുക. അതൊക്കെ തന്നെ. താങ്ക് യു. ഇതുപോലെ തന്നെ അടിച്ചു പൊളിച്ച് മുന്നോട്ട് പോകാൻ പറ്റട്ടെ. ആൻഡ് ഓൾസോ ഐ റിക്വസ്റ്റ് ടു നമ്മൾ പ്രിയപ്പെട്ട ലവ്ലി ബ്രൈഡ് പ്രിയ മോൾ. അപ്പം എപ്പോഴും ഞങ്ങളുടെ കൂടെ, അല്ലെ നമ്മുടെ ഫാമിലിയുടെ കൂടെ ജോയിൻ ചെയ്തു. ഇനി എന്നോട് കൂടെ എപ്പോഴും ഉണ്ടാകുന്ന ഒരാളാണ്. സോ ആസ് എ ഗേൾ ഒരുപാട് സ്വപ്നങ്ങൾ, ഒരുപാട് പ്രതീക്ഷകളോടൊക്കെ കൂടെ എന്നോട് ലൈഫിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. സോ പ്രിയയ്ക്ക് എന്താണ് പറയാനായിട്ടുള്ളത്? അപ്പം ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരുടെയും വിലപ്പെട്ട സമയം മാറ്റി വെച്ച് ഞങ്ങളുടെ ഫംഗ്ഷനിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്.
fell in love, not knowing what it was. I will not give you up this time. Darling, just kiss me slow. Your heart is all I own, and in your eyes, you're If I could be honest, here in this moment, I've been so nervous to stand here with you. They're all here for us, and I feel their aura, but just for a moment I'll pretend it's just you. Yes, they can hear us, but they don't understand. I have said all of my vows behind the curtain. I know they see us, but they don't stand a chance. I have kissed those lips 1,000 times before this. Tomorrow I'll open my eyes and I will whisper to my wife, I belong to you. And I will wait to hear you say, as a tear rolls down your face, I belong to you. If I could be honest, here at the altar, I refuse to grow older unless
it's with you I fell in love and made you a promise, though I'd never noticed how much it meant to you. Yes, they can hear us, but they misunderstand. There is more behind these words that we have spoken. I know they see us, but